നമ്മുടെ കേരളം വലിയ ഒരു ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ കഴിഞ്ഞ ജൂലൈ 30-നാണ് വയനാടിൽ വലിയ ദുരന്തമുണ്ടാകുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തത്. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മൾ പാർലമെൻറ്റിൽ ശബ്ദമുയർത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുകയും ഈ ദുരന്ത ബാധിത പ്രദേശങ്ങളാകെ കാണുകയും ചെയ്തതാണ്. അപ്പോൾ ദുരന്തം നേരിട്ട് മനസ്സിലാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തിപ്പോൾ. കേരളം നിരവധി ഘട്ടങ്ങളായി ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടിയുള്ള അഭ്യർത്ഥന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദുരന്തബാധിതരെ സഹായിക്കാനോ കേരളത്തെ സഹായിക്കാനോ ഉള്ള നിലപാടല്ല കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 26ഓളം MP-മാർ നിവേദനത്തിൽ ഒപ്പിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് തന്നെ അതിൻ്റെ നിവേദനം സമർപ്പിക്കുകയുണ്ടായി. പക്ഷേ നാളിതുവരെ യാതൊരു തരത്തിലുള്ള സഹായവും ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഈ ദുരന്തം നേരിടുന്ന കേരളത്തെ കുറ്റപ്പെടുത്താനും സാങ്കേതികമായ തടസ്സങ്ങൾ സൃഷ്ടിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് മുൻകാലങ്ങളിൽ കേരളത്തിലുണ്ടായ ദുരന്തത്തെ നേരിടാൻ വേണ്ടി കേന്ദ്ര വ്യോമസേനയെ ഉപയോഗിച്ചതിൻ്റെ പൈസ തിരിച്ചു ചോദിച്ചിരിക്കുകയാണ്. അതായത് ദുരന്തം നേരിടുന്ന സന്ദർഭത്തിൽ ദുരന്തബാധിതരെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ സഹായിക്കുന്നതിന് പകരമായിട്ട് മുൻകാലങ്ങളിൽ ഉണ്ടായ ചിലവുകൾ ഇപ്പോൾ വഹിക്കണമെന്നുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അത് കേരളത്തിലെ 3.5 കോടി മലയാളികളെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. കേരളത്തോട് ഞങ്ങൾ കാണിക്കുന്ന ഈ അനീതി അത് ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ 132 കോടി രൂപ എയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ ഉപയോഗിച്ചതിന് തിരിച്ചു ചോദിക്കുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ കേരളത്തെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തെ അപമാനിക്കുകയാണ്. അതായത് കഴിഞ്ഞ 4-ാം തീയതിയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും MP-മാർ ഒപ്പിട്ട് ഹോം മിനിസ്റ്റർക്ക് ആ കത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് പരിശോധിച്ച് പറയാമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ പരിശോധിച്ചിട്ട് പറഞ്ഞത് കേരളത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. SDRF എടുത്ത് ചെലവഴിക്കാനാണ് പറയുന്നത്. SDRF എടുത്ത് ചെലവഴിക്കുന്നതിന് അതിൻ്റെ നോംസ് ഉണ്ട്. ആ നോംസ് അനുസരിച്ചാണ് ചെലവഴിക്കാൻ പറ്റുള്ളൂ. NDRF പൈസ തരാൻ വേണ്ടിയുള്ള തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ പ്രത്യേക സഹായം നമുക്ക് ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ സഹായിക്കാൻ വേണ്ടി തയ്യാറാണ്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കുന്ന രീതിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ഈ കലാമിറ്റി കേവലം ഒരു നാച്ചുറൽ കലാമിറ്റിയിൽ അപ്പുറത്തേക്ക് സിവിയർ കലാമിറ്റി ഓഫ് നാച്ചുറൽ അല്ലെങ്കിൽ സിവിയർ നാച്ചർ ഓഫ് കലാമിറ്റി എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്തി ലെവൽ 3-ൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ നേരിട്ട് സഹായിക്കാൻ കഴിയുന്നത്. അല്ല, ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് സർക്കാർ നേരിട്ട് ബന്ധമില്ല, ഈ സൈന്യം അയച്ചതാണ്, ഇത് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ളൊരു യുദ്ധം ഒഴികെയുള്ള ബാക്കി എല്ലാ സിവിൽ സഹായത്തിനും ഇങ്ങനെ നോട്ടീസ് അയക്കാറുള്ളതാണ്, അത് കേരളത്തിന് നേരത്തെ അയച്ചിട്ടുള്ളതാണ്, അങ്ങനെ ഒരു പൈസ കൊടുത്തു. കൃത്യം ഈ സന്ദർഭം നോക്കി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കാവുന്ന സൈന്യം മാത്രം അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിലുള്ള കാര്യം തന്നെയാണ്. അതനുസരിച്ചുകൊണ്ടാണ് അവർ കത്തയക്കാൻ സാധ്യത. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് അറിയാതെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അറിയാതെ ചെയ്തൊരു കാര്യമല്ല. അത് ബോധപൂർവം തന്നെ കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. അതിനെതിരായിക്കൊണ്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് പാർലമെൻറ്റ് ഇന്ന് പ്രത്യേക സമ്മേളനമാണ് ചേരുന്നത്. നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് 2 ദിവസം പാർലമെൻറ്റിൽ ചർച്ച നടക്കുകയാണ്. 13-14 ഇന്ന് ചർച്ച നടത്തുന്നത്. നമുക്കറിയാം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു അടിമ ഉടമ സമ്പ്രദായമല്ല. അത് കേരളത്തിലെ ജനങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഉടമകളോട് ചോദിക്കുന്ന പോലെയുള്ള ചോദ്യവുമായിട്ടാണ് ഇപ്പോൾ പലപ്പോഴും നമ്മളെ കാണുന്നത്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് നികുതി കൊടുക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളാണ്. അപ്പോൾ ആ ജനങ്ങൾ ദുരിതബാധിതരാകുമ്പോൾ ദുരന്തം നേരിടുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ് ഒഴിഞ്ഞു മാറുകയല്ലേ ഇത് ചെയ്യേണ്ടത്, ആ ഉത്തരവാദിത്തം നിറവേറ്റുകയാണ് ചെയ്യുന്നത്.